അങ്ങനെ പറയാൻ കാരണമെന്നറിയുമോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ലോകത്ത് കടന്നുപോയ സകലമാന പ്രവാചകന്മാരുടെയും ഉമ്മത്തീങ്ങൾ ആഗ്രഹിച്ചു പോകും. യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് വിളിച്ചുകൊണ്ട് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മത്തിനെ അങ്ങ് ക്ഷണിക്കുമ്പോ, ഉമ്മത്തിനെ അങ്ങ് വിളിക്കുമ്പോ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഉമ്മത്തീങ്ങൾ ആഗ്രഹിക്കും, ഞാനും ഖാത്തിമുൽ അംബിയായുടെ ഉമ്മത്തീങ്ങളിൽ പെട്ടിരുന്നുവെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോ വിലയില്ല, നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നില്ല, നമ്മളിപ്പോൾ പരിഗണിക്കുന്നില്ല, നമ്മളിപ്പോൾ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നില്ല. നമ്മുടെ മനസ്സിനകത്ത് മറ്റാരൊക്കെയോ ഇടം പിടിച്ചു പോയിരിക്കുകയാ. എന്നാൽ പരലോകത്ത് കടന്നു വരുമ്പോ അള്ളാന്റെ തിരുദൂതർ ഉമ്മത്തീങ്ങളെ ക്ഷണിക്കുമ്പോ മറ്റു പ്രവാചകന്മാരുടെ ഉമ്മത്തീങ്ങൾ പോലും ആഗ്രഹിച്ചു പോകും, ഞാനും മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, പള്ളിക്കകത്ത് മൗലിദ് നടക്കുമ്പോ ഒരു അരമണിക്കൂർ വന്നിരിക്കാൻ. റബീഉൽ അവ്വൽ ഒരു മാസമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 12 ദിവസമല്ലേ മൗലിദുള്ളൂ. ഒന്ന് വന്നിരിക്കാൻ മനസ്സ് കാണിച്ചുകൂടെ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്നേഹനിധികളായ സഹോദരിമാരെ, റബീഉൽ അവ്വൽ പിറന്നിട്ട് നമ്മുടെ വീടിനകത്ത് എത്ര ദിവസമാ നമ്മളൊന്ന് മദ്ഹ് ചൊല്ലിയത്, നമ്മളൊന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ഓതിയത്? എന്തേ നമുക്ക് വീടിനകത്തൊരു മൗലിദിന്റെ സദസ്സൊരുക്കിക്കൂടാ? അതിന് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് വലിയൊരു സദസ്സൊരുക്കണമെന്നൊന്നുമില്ല. സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ തയ്യാറാകണം. ഉള്ള സമ്പത്ത് മുഴുവനും ചെലവഴിച്ചു കഴിഞ്ഞു, ഉള്ള സമ്പത്ത് മുഴുവനും തീർന്നുപോയി. എന്തിനാ ചെലവഴിച്ചതെന്നറിയോ? അള്ളാന്റെ തിരുദൂതരുടെ മദ്ഹ് പറയുന്ന സദസ്സ് സംഘടിപ്പിക്കാൻ. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സാണെന്നും സംഘടിപ്പിക്കുക. മഹാനായ മുദഫർ രാജാവ് അള്ളാന്റെ തിരുദൂതരുടെ മദ്ഹ് പറയുന്ന പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടിയിട്ട്, ആ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് മദ്ഹ് പറയുന്ന സദസ്സ് സംഘടിപ്പിക്കും. എന്നിട്ട് അവസാനം എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്കും. അതിനുവേണ്ടി തന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചു. സമ്പത്ത് കഴിഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലൗ അന്നലി മിസ്ല ജബലി ഉഹദിൻ ലഅൻഫഖ്തുഹു ലിമദ്ഹി റസൂലില്ലാഹ്. എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണഖനി ഉണ്ടായിരുന്നുവെങ്കിൽ, ഉഹദ് മലയോളം സ്വർണ്ണ പർവ്വതം പോലെ സ്വർണ്ണമുണ്ടായിരുന്നെങ്കിലോ ലഅൻഫഖ്തുഹു ഫീ